ഇനി നമ്മൾ ഈ കാലത്ത് ലോക അവസാനത്തിന്റെ അടയാളങ്ങൾ നമുക്ക് എത്രയോ എണ്ണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നോക്കിയാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ, ലോക അവസാനത്തിന്റെ അടയാളങ്ങളിൽ ഇപ്പൊ നിലനിൽക്കുന്ന അടയാളമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മദീന പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങി. മഴ ഇങ്ങനെ ചെറുതായി പെയ്യുന്നുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് സ്വഹാബിമാര് പിറകിൽ നിൽക്കുന്നു. അവരോട് പറയുന്നു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് തുർസലു അലൈക്കുമുൽ ഫിതനു ഇർസാലുൽ ഖത്ർ. ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് പോലെ, മഴത്തുള്ളികൾ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പോലെ അതാ വരുന്നുണ്ട്, ഫിത്നകൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പ്രയാസങ്ങൾ എന്റെ ഉമ്മത്തിന്റെ മേൽ വരുന്നുണ്ട്. സ്വഹാബിമാരോ ചോദിക്കുകയാണ്, നബിയെ നിങ്ങൾ എന്താണ് പറയുന്നത്, മനസ്സിലാകുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ലാ തഖൂമുസ് സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സ്വഹാബാ, ഈ പരിശുദ്ധമായ വിശുദ്ധമായ ഇസ്ലാം ഉണ്ടല്ലോ, ആ ഇസ്ലാമിന് വളരാൻ പോവുകയാ, ഇസ്ലാം വളരാൻ പോവുകയാ. അതോടൊപ്പം തന്നെ വളരുന്ന മറ്റൊരു ഷർറുണ്ട്, മറ്റൊരു കാര്യമുണ്ട്. ഈ ലോകം അവസാനിക്കാൻ പോകുന്നു. അതിനു മുമ്പുള്ള ഒരു അടയാളം ഞാൻ പറഞ്ഞു തരട്ടെ. ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. മോശത്തരങ്ങൾ വളരാൻ പോവുകയാ, മോശത്തരങ്ങൾ വളരാൻ പോവുകയാണ്. വൃത്തികേടുകൾ കൂടുകയാണ്, അധാർമികത അധികരിക്കുകയാണ്. കൊലപാതകവും കലാപവും കവർച്ചയും കൊള്ളയടിയും പലിശയും ചൂതാട്ടവും മദ്യപാനവും ആത്മഹത്യയും പറ്റിക്കലും ചതിക്കലും വഞ്ചനയും പീഡനങ്ങളും അശ്ലീലങ്ങളും മയക്കുമരുന്നും എല്ലാം അധികരിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് സ്വഹാബത്തെ. അങ്ങനെ അധികരിക്കുന്നത് കണ്ടാൽ ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ഉമ്മത്തിന്റെ മേൽ പെയ്തിറങ്ങുന്ന കാലം വരെ, അതായത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ മുഴുവൻ ശിറാറുകളും മുഴുവൻ അപകടങ്ങളും മുഴുവൻ തെറ്റുകളും ഇന്ന് പെരുകുന്ന കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, സുന്ദരമായ കടുവാപ്പള്ളിയുടെ അങ്കണത്തിനുള്ള ഈ മജ്ലിസിൽ നമ്മൾ ഇരിക്കുന്ന ഈ സമയത്ത് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്രയോ മോശത്തരങ്ങളാണ് നടക്കുന്നത്, ഹറാമുകളാണ് നടക്കുന്നത്, വേണ്ടാത്തരങ്ങളാണ് നടക്കുന്നത്, എത്രയോ പോക്രിത്തരങ്ങളാണ് നടക്കുന്നത്, എത്രയോ മോശത്തരങ്ങളാണ് നടക്കുന്നത്. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അതാ ഖിയാമത്ത് നാൾ സംഭവിക്കാൻ ഇനി അധികം താമസമില്ല. കാരണം എൻ്റെ ഉമ്മത്ത് എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളിലേക്കും പോകുന്നതാണ്. പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നല്ല വാർത്തയേക്കാൾ കൂടുതൽ കെട്ട വാർത്തകൾ മാത്രമാണ് നമുക്ക് വായിക്കാൻ പറ്റുക, അല്ലേ? പത്രമെടുത്താൽ വണ്ടക്ക അക്ഷരത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടാകും എന്തെങ്കിലും ഒരു നെഗറ്റീവ്. നമ്മളൊന്ന് ഒരു ദിവസം ഒരു പത്രം എടുത്താൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ കേട്ടാൽ, ആ കേൾക്കുന്നതിന്റെ 95% നെഗറ്റീവ് വാർത്തകളായിരിക്കും. അവിടെ കൊന്നു, ഇവിടെ തട്ടി, അവിടെ തട്ടി, അതിങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഈ നെഗറ്റീവേ ഉള്ളൂ. ഇപ്പൊ 95 ഉള്ളൂ, ഇനി 100 ആകും. ആർക്കും നല്ലത് പറയാനുണ്ടാവില്ല, മോശത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു കാലഘട്ടം വരും. അന്നാണ് ഖിയാമത്ത് നാള് സംഭവിക്കുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പിന്നെയോ വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. ഹത്താ യക്തുറുൽ ഹർജ് അധികരിക്കുന്നത് വരെ. ഖാലൂ, സ്വഹാബിമാര് ചോദിക്കുന്നു, വമൽ ഹർജു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഈ ഹർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല. വമൽ ഹർജു യാ റസൂലല്ലാഹ് ഖാല അൽ ഖത്ലു അൽ കൊലപാതകമാണ്, കൊല്ലലാണ്, കൊലപാതകം അധികരിക്കും. ദിനേനയുള്ള പത്രമാധ്യമങ്ങൾ നമ്മളെടുത്ത് വായിച്ചു നോക്കിയാൽ, പെറ്റുപോച്ചു വളർത്തിയ മാതാപിതാക്കൾ വയസ്സാകുമ്പോ ഉമ്മയും ബാപ്പയും ഭാരമായതുകൊണ്ട്, ഭാര്യയുടെ വാക്ക് കേട്ടതുകൊണ്ട് കൊല്ലുന്ന മക്കളുടെ കാലമാണ്. നിസാര കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം വെട്ടിക്കൊല്ലുന്ന കാലമാണ്. കാമുകനോടൊപ്പം ജീവിക്കാൻ മക്കളെ പാറക്കെട്ടുകൾക്കിടയിൽ എറിഞ്ഞുകൊല്ലുന്ന മാതാക്കളുടെ കാലമാണ്. സ്വത്തിനു വേണ്ടി സ്വന്തം മകനെയും മരുമകളെയും പേരക്കുട്ടികളെയും പെട്രോൾ ഒഴിച്ച്
കത്തിച്ചു കൊല്ലുന്ന വല്ലുപ്പമാരുടെ കാലഘട്ടമാണ്. ലഹരി വാങ്ങാൻ പൈസ തികയാതെ വന്നപ്പോ പണം ചോദിച്ച സമയത്ത് കൊടുക്കാതിരുന്ന ഉമ്മയുടെ കഴുത്ത് അറുത്തിട്ട് ആ മാല എടുത്തു കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് കള്ളു മോന്തി കുടിച്ച മക്കളുടെ കാലഘട്ടമാണ്. ഇനി എന്തെല്ലാമാണ് വരാനിരിക്കുന്നത്? അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരെ, ഞാനും നിങ്ങളും ഒന്ന് വലിയ രൂപത്തിൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്റെയും നിങ്ങളുടെയും മക്കള് അല്ലാഹുവേ, ഇന്ന് നമ്മൾ നമ്മുടെ കൈ പിടിച്ച് അതാ കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾ ആ കൈ കൊണ്ട് നാളെ നമ്മുടെ മുഖത്തേക്ക് ചൂണ്ടുമെന്ന്, നമുക്ക് മുഖത്തേക്ക് ചൂണ്ടുമെന്ന് ഉറപ്പാണ്. കാരണം അങ്ങനെയാണ് ആ കാലഘട്ടം പോകുന്നത്. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നലെ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദേ പ്രത്യേകം ദുആ രക്കണം. എന്താ? മകന്റെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണം. ആയിക്കോട്ടെ, എന്താ പ്രശ്നം? ആ സമയത്ത് വാപ്പ പറഞ്ഞത്, ഇപ്പൊ മകൻ എപ്പോഴും ഒരു 5-6 വയസ്സായിട്ടുള്ളൂ, എപ്പോഴും മൊബൈലിലാണ്. ജോലി കഴിഞ്ഞ് ഞാൻ വന്നാൽ എന്റെ മൊബൈൽ എടുക്കും, ഞാനില്ലാത്തപ്പോൾ എന്റെ ഭാര്യയുടെ മൊബൈൽ എടുക്കും. ഇങ്ങനെ എടുത്ത് ഗെയിം കളിയാണ്. ഫുൾ കില്ലിങ്ങിന്റെ ഗെയിമാണ് അവനിക്ക് ഇഷ്ടം. കാർ റേസിംഗിന്റെ അല്ലെങ്കിൽ എന്താണ് റോബോട്ടിന്റെ ഒന്നുമല്ല, ഫുൾ കില്ലിങ്ങിന്റെയാണ്. എന്നിട്ടോ ആ മൊബൈൽ എങ്ങാനും ചോദിച്ചാൽ 6 വയസ്സ് 5 വയസ്സുള്ള കുട്ടി പറയുന്നത്, ഐ വിൽ കിൽ യു. വാപ്പ മിണ്ടായിരുന്നു, നിന്നെ ഞാൻ കൊല്ലൂ എന്നാ പറയണേ. കാരണം അവൻ കാണുന്ന ഫുൾ ഗെയിമും എന്താ? വെടിവെപ്പാണ്. അപ്പൊ അവന്റെ മനസ്സിൽ അതിങ്ങനെ വന്നു, ഇപ്പോഴേ അതിങ്ങനെ വന്ന് ഇത് ഒരാളുടെ അല്ലേ, എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അങ്ങനെ. ഐ വിൽ കിൽ യു. അതെന്താ പറയുന്നെന്ന് അവനിക്കറിയില്ല, എന്താ പറയുന്നെന്നറിയില്ല. വാപ്പ നിന്നെ ഞാൻ കൊല്ലൂന്ന് അതിന്റെ അർത്ഥം. ഉണ്ടായിരുന്നോ? ഇപ്പൊ തരൂല, ഫോൺ ഇപ്പൊ തരൂല എന്നാണ്. ഇങ്ങനെയാ മക്കളുടെ കാലം. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഈ മക്കളെ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ സ്വാലിഹീങ്ങൾ ആക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് നിർത്തുന്നില്ല, വീണ്ടും പറയുകയാ, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് വയക്തുറു സിനാ വയക്തുറു ശുറുബുൽ ഖംർ തളുഹുറൽ ഫഹ്ശു വത്തഫാഹുഷ്. തെറ്റ് അധികരിക്കുമെന്നല്ല നബി പറഞ്ഞത്. തെറ്റ് അധികരിക്കും, അതൊക്കെ. പക്ഷെ തെറ്റ് അധികരിക്കുമ്പോൾ അത് പരസ്യമായി അധികരിക്കുമെന്നാണ്. പരസ്യമായി അധികരിക്കും. കൊലപാതകം നടു റോട്ടിൽ വെച്ച് കൊല്ലുകയാണ്. നടു റോട്ടിലാണ് കൊലപാതകം. അശ്ലീലം, അതുപോലെ മോശത്തരം പറയുക, ചെയ്യുക, കള്ളു കുടിക്കുക, കവർച്ച ചെയ്യുക, മോഷണം നടത്തുക, എല്ലാം പരസ്യമായിട്ടാണ്. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞു. ആ കാലത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. കേരളം സാക്ഷരതയിൽ ഒന്നാമതാണ്, അല്ലെ? കേരളം ആരോഗ്യക്ഷമതയിൽ ഒന്നാമതാണ്. കേരളം IT സാങ്കേതിക വിദ്യയിൽ ഒന്നാമതാണ്. കേരളം ലഹരിയുടെ ഉപയോഗത്തിലും ഒന്നാമതാണ്. ലഹരി ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് സംസ്ഥാന അടിസ്ഥാനത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ മദ്യം വിറ്റഴിക്കപ്പെടുന്നതും കേരളമായി കൊണ്ടിരിക്കുന്നു. ഈ മറ്റ് സംസ്ഥാനങ്ങളെ വെട്ടിക്കുകയാണ്. ഒരു വർഷം കേരളം കുടിക്കുന്നത് 28 കോടി ലിറ്റർ മദ്യം. അപ്പൊ ഓണത്തിന്റെ സീസൺ ആണല്ലോ, ഇനി പുതിയ കണക്കുകൾ നമുക്കറിയാൻ പറ്റും, അല്ലെ? എത്രയോ മദ്യം, എത്രയോ. കേരളത്തിൽ ഒരു മാസം 50,000 കിലോ പാൻ മസാലകളാണ് വിറ്റഴിക്കപ്പെടുന്നത്. കേരളത്തിൽ ഒരു വർഷം കോടിക്കണക്കിന് രൂപയാണ് കഞ്ചാവിന്റെ കേസിൽ പിടിക്കപ്പെടുന്നത്. കേരളത്തിലെ 45% കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ ലഹരി മൂലം ഒരു വർഷം 1 ലക്ഷം പേരാണ് ക്യാൻസർ രോഗികളാകുന്നത്. 8 ലക്ഷം പേരാണ് കരൾ രോഗികളായി മാറുന്നത്. 10 ലക്ഷം പേരാണ് ഒരു വർഷം കേരളത്തിൽ മാത്രം രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത് ലഹരിയുടെ മദ്യത്തിന്റെ ഉപയോഗം മൂലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സത്യമാ പറഞ്ഞതല്ലേ, എത്ര സത്യമാണ്. റോഡ് അപകടങ്ങൾ, കൊലപാതകം, പീഡനം, മറ്റ് നാശനഷ്ടങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത് ഈ മദ്യപാനവും ഇതുപോലുള്ള മോശത്തരങ്ങളുമാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഹുദാകേ റൂബറോജ് സെ ദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ ഉസീ ദിൻ
बाप बेटे का न बेटा बाप का होगा. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുകയാണ്, സ്വഹാബത്തേ നിങ്ങൾക്കറിയുമോ, അതായത് മഹ്ശറിലേക്ക് ജനങ്ങൾ വരുന്നത് 12 വിഭാഗമായിട്ടാണ്. നമ്മളെല്ലാവരും മരണപ്പെട്ട് ഖിയാമത്ത് നാൾ സംഭവിച്ച് പിന്നീട് പുനർജീവിച്ചിട്ട് മഹ്ശറിലേക്ക് ഞാനും നിങ്ങളും പോകുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും പോകുന്നത് 12 വിഭാഗമായിട്ടാ. ആ 12 വിഭാഗത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്നറിയോ? അവര് കണ്ണ് കാണാത്തവരായിട്ടാണ്. കണ്ണുണ്ട് പക്ഷേ കാഴ്ചയില്ല. പല്ലുകൾ ഇങ്ങനെ താഴേക്ക് നീണ്ടിട്ടാൻ രക്തവും ചലവും ഇങ്ങനെ ഛർദിച്ചിട്ടാണ് അവരങ്ങനെ പോകുന്നത്. ആ സമയത്ത് സ്വഹാബിമാര് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൻഹും യാ ഹബീബല്ലാഹ്. നബിയേ, കേൾക്കുമ്പോ തന്നെ പേടിയാകുന്നു. അതേത് വിഭാഗമാണ് നബിയേ? എന്ത് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ശാരിബുൽ ഖംറാൻ, കള്ളുകുടിയന്മാരാ, കള്ളുകുടിയത്തിമാരാ. പണ്ട് ആണുങ്ങളുടെ പരിപാടിയാണ് കള്ളുകുടിയെങ്കിൽ ഇന്ന് പെണ്ണുങ്ങളും മത്സരിക്കുകയാ, പെണ്ണുങ്ങളും മത്സരിക്കുകയാ, കുടുംബം മത്സരിക്കുകയാ. അല്ലാഹുവേ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. ആണുങ്ങളും പെണ്ണുങ്ങളും മദ്യപാനം ഉപയോഗിച്ചാൽ, മദ്യപാനം നടത്തിയാൽ, അതുപോലെ ലഹരി ഉപയോഗം നടത്തിയാൽ, കഞ്ചാവ് വലിച്ചാൽ, കഞ്ചാവ് ഉപയോഗിച്ചാൽ അവരൊക്കെ നാളെ മഹ്ശറിൽ എങ്ങനെയാ വരുന്നത്? അള്ളാന്റെ ഹബീബ് പറയുന്നു, കണ്ണ് കാണാത്തവരാ തപ്പിത്തടഞ്ഞ മഹ്ശറിലേക്ക് പോകുന്നത്. അതുപോലെ പല്ലുകളെല്ലാം താഴേക്ക് നീണ്ടിട്ടാ, ചുണ്ടുകളൊക്കെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടന്നിട്ടാ, രക്തവും ചലവും ഛർദിച്ചുകൊണ്ടാണ് അവരെങ്ങനെ പോകുന്നത്. മറ്റുള്ള ആളുകൾ ഇവരെ കാണുമ്പോ ഇവരെ ശപിച്ചുകൊണ്ടായിരിക്കും അവരങ്ങനെ കടന്നു പോകുന്നതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാ. ലോക അവസാനത്തിന്റെ ഖിയാമത്ത് നാളിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുന്നു, കസറത്തു മൗത്തിൽ ഫുജ്ആ, കസറത്തു മൗത്തിൽ ഫുജ്ആ, പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ സ്വഹാബാ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാ. പെട്ടെന്നുള്ള മരണം. ഇന്നോ ഒരു തലകറക്കം വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിക്കുമ്പോ തലയിൽ ബ്ലഡ് കോട്ടാൻ, ക്യാൻസറാൻ, 1-2 ദിവസം ആശുപത്രിയിൽ കിടന്നു, സ്റ്റേജ് 4 കഴിഞ്ഞു പോയി, അയാൾ മരണപ്പെടുന്നു. പെടുന്നനെയുള്ള മരണം, പെടുന്നനെയുള്ള മരണം അല്ലെ. ബാത്റൂമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തെന്നി വീണതാണ്. മിനിഞ്ഞാന്ന് ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം എന്റെ പള്ളിയുടെ ഫ്രണ്ടിൽ ജോലി ചെയ്യുന്ന പാലക്കാടുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു പോയി. രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നത്. കുട്ടി 8 മാസം വയറ്റിലുള്ള സമയം, അതായത് മിനിഞ്ഞാന്ന് 8 മാസം വയറ്റിൽ ചുമന്ന ആ സഹോദരി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ തെന്നി വീണു, തലയടിച്ച് വീണു, ബ്ലഡ് കോട്ടായി, ബ്ലഡ് പുറത്തേക്ക് പോയി. ആ കുട്ടിയും ആ ഉമ്മയും മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സഹോദരന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു, രണ്ടാമത്തെ ഭാര്യയും കുട്ടി വയറ്റിലുള്ള 8 മാസമായി വയറ്റിലുള്ള കുട്ടിയും മരണപ്പെട്ടു. ഇങ്ങനെ എത്രയോ പെട്ടെന്നുള്ള മരണം, പെട്ടെന്നുള്ള മരണം. ഇപ്പൊ ഞാൻ എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഈ കടുവ പള്ളിയിൽ സുന്ദരമായ മജ്‌ലിസിൽ വന്ന് നമ്മൾ ഇരിക്കുന്നു അല്ലെ. നമ്മൾ ഇനി വീട്ടിലേക്ക് എത്തോ ഇല്ലയോ എന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? വല്ല പ്രതീക്ഷയുണ്ടോ? നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുമോ? ഒന്നിനും പറ്റാത്തൊരു കാലമാണ്. ഒന്നിനും കുഴഞ്ഞു വീണ് മരണം അല്ലെ. ജിമ്മ്, അവന്റെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ അലിച്ചു കളയാൻ, 6 പാക്ക് വെക്കാൻ, മസിൽ വീർപ്പിക്കാൻ അവൻ ജിമ്മിൽ പോകുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. എന്താ? സൈലന്റ് അറ്റാക്ക്. രോഗങ്ങൾ കൂടും. റസൂലുള്ളാഹി രോഗങ്ങൾ കൂടും. പേരില്ലാത്ത, മരുന്നില്ലാത്ത രോഗങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പള്ളിയിൽ ഒരു പിരിവ് വന്നു. ഒരു സഹായം ചോദിച്ച് ഒരു ഉമ്മയും കുട്ടിയും വന്നു. 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടിയാ. എന്താ, കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല റാഹത്തുള്ള കുട്ടിയാ. പക്ഷെ കുട്ടിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാല് അറിയാതെ, കുട്ടി അറിയുന്നില്ല, അറിയാതെ മലവും മൂത്രവും പുറത്തേക്ക് പോകും. അത് ഒരു പ്രാവശ്യം തുടർച്ചയായി ഇങ്ങനെ അല്പാൽപമായി പോയിക്കൊണ്ടിരിക്കും.
12 വയസ്സെന്ന് പറഞ്ഞ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ ഓടിച്ചാടി നടക്കേണ്ട പ്രായമല്ലേ? അതൊരു പെൺകുട്ടിയാണ്. അതെ, ഒരുപാട് ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റൽ, അതുപോലെ എറണാകുളം ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട്. അമൃതയുണ്ട്, ലിസി ഹോസ്പിറ്റൽ ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ, ലക്ഷോർ ഹോസ്പിറ്റൽ, എല്ലാ സ്ഥലത്തും പോയി ഡോക്ടർമാർ പറയുന്നത് ഒരു കുഴപ്പമില്ലെന്നാണ്. ഉസ്താദ് ദുആ ചെയ്യണം, ഞങ്ങളുടെ കുടുംബത്തിന് ഒന്നുമില്ല, ഇനി എന്തെങ്കിലും ഈ കുട്ടിക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ എന്തെങ്കിലും സഹായം വേണം, അതിനുവേണ്ടി പിരിവിനായിട്ട് വന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് രോഗം വരിക, രോഗത്തിന് മരുന്നില്ലാതിരിക്കുക, മരുന്ന് കണ്ടുപിടിക്കാതിരിക്കുക, ഇതൊക്കെ എന്താ? ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അല്ലേ? ഒരുപാട് അംബിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗതായില്ലേ, ആഴം ഖബറിലല്ലേ, ജല്ല ജലാലാമല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ലാഹ്, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. അല്ലാഹുവേ, ഞാനും നിങ്ങളെല്ലാം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഞാനും നിങ്ങളൊക്കെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നിറവേറ്റാനാണ് ഞാനും നിങ്ങളുമെല്ലാം യാത്രകൾ ചെയ്യുന്നത്, ജോലി ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. നമ്മളങ്ങനെ സലാം പറഞ്ഞ് നമ്മുടെ ഭാര്യയുടെ കയ്യും പിടിച്ച് മക്കളുടെ കൈ കെടുത്ത് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ മയ്യിത്തായിട്ടാണോ അതോ ജീവനോടെയാണോ വീട്ടിലേക്ക് കടന്നു ചെല്ലുക എന്ന് എനിക്കും നിങ്ങൾക്കും യാതൊരു ഉറപ്പുമില്ലല്ലോ. അതാണ് അള്ളാന്റെ ഹബീബ് പറയുന്നത്, അപ്രതീക്ഷിതമായ മരണങ്ങൾ കൂടുന്ന കാലഘട്ടം വന്നാൽ, ആക്സിഡന്റുകൾ കൂടുന്ന അപകടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമായാൽ, ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോ ഭാര്യ കിടക്കുകയാണ്, തട്ടി നോക്കുമ്പോൾ ഭാര്യയുടെ മയ്യത്താൻ, ഭർത്താവ് വരുമ്പോൾ ഭാര്യ മരിച്ചു കിടക്കുന്നു. അല്ലാഹുവേ, ഭാര്യ വന്ന് നോക്കുമ്പോ ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നു. രാവിലെ മദ്രസയിലേക്ക് എഴുന്നേൽപ്പിക്കാൻ കുട്ടികളെ വിളിക്കുമ്പോ കുട്ടിയതാ മരണപ്പെട്ട് കിടക്കുന്നു. ഇങ്ങനെ ഒരുപാട് പെട്ടെന്നുള്ള മരണങ്ങൾ കണ്ടാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്താ? നബി തങ്ങൾ വീണ്ടും പറയുന്നു, ലാ തഖൂമുസ്സാഅ തഊദു അർദുൽ അറബി ബുറൂജൻ വ അൻഹാറാ. അറബ് രാജ്യങ്ങളുണ്ടല്ലോ, മരുഭൂമി രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ. ആ അറബ് രാജ്യങ്ങളിൽ സസ്യങ്ങൾ മുളക്കുന്നതാണ്, പച്ചപ്പുണ്ടാകുന്നതാണ്, നദികൾ ഒഴുകുന്നതാണ്. ഇന്നിപ്പോ നമ്മൾ സൗദിയിലും ബഹ്റൈനിലും ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ.